100 ഡേയ്സ് ഓഫ് ഡേ ഇൻ മൈ ലൈഫിലെ മൂന്നാമത്തെ ദിവസമാണ് ഡേ 3 ആണ് കേട്ടോ. ഇന്ന് ഇതേ കാപ്പി ഉണ്ടാക്കാൻ നേരം വൈകിട്ടുണ്ട്. സിയാന് രാവിലെ മദ്രസയ്ക്ക് പോകുമ്പോൾ കാപ്പി കൊടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. എനിക്കെടുത്ത കാപ്പി കുടിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. എല്ലാത്തിനും കാരണം ഇവനാണ്. ഓൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നേരത്തെ കാലത്ത് നീട്ടിട്ടുണ്ട്. ആ കുട്ടി പോകുന്ന ടൈമിൽ ഇപ്പം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊന്നും എടുത്തു കൊടുക്കാനൊന്നും പറ്റില്ല. ഓൻ ഒറ്റയ്ക്കാണ് എല്ലാം സെറ്റ് ചെയ്ത് പോയത്. വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഞാൻ വീണ്ടും ഓനെ ആട്ടി ഉറക്കിയിട്ട് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ആ കാപ്പി തണുത്തിട്ടാണ് കേട്ടോ ഞാൻ കുടിച്ചത്. പിന്നെ ചൂടാക്കാനൊന്നും നിന്നില്ല. ഇത് അർഷാക്കുവിനുള്ള വെള്ളമാണ് കേട്ടോ. ഇത് ചായമോദകമാണ്. അപ്പോൾ അതിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെക്കേണ്ട ആളെടുത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോളും. അപ്പം അതേ നേരെ പിന്നെ നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തു. ആദ്യം അടുപ്പ് കത്തിച്ചു, ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അടുപ്പാണെങ്കിൽ ഇന്ന് കുറച്ച് കത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ നമ്മുടെ വെട്ടകഷ്ണങ്ങളൊക്കെ ഇട്ട് കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇസുവിന് സ്കൂളിലേക്ക് സ്നാക്സ് പഴം നെയ്യിലൊന്ന് വാട്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ റൗണ്ടായിട്ട് അരിയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നെയ്യും കൂടെ മേലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ സോയാബിയാണ് തിളച്ച വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് മസാലയൊക്കെ ആക്കി വെക്കാം കേട്ടോ. ഇന്ന് രാവിലെ ചായക്ക് ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റവ മാവാണ് കേട്ടോ. അപ്പോഴേ ഒരു തുമ്പിനെ കണ്ടു, അതിനെ ഞാൻ പുറത്തോട്ട് എടുത്തിട്ടിട്ടുണ്ട്. അതിന് വഴി അറിയാതെ നിൽക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ഇത് റവ മാവിൽ വലിയ ആഡംബരമായിട്ടൊന്നുമില്ല, കടുവും കറിവേപ്പിലയും പച്ചമുളകും മാത്രമാണ്. അപ്പോൾ ഇതേ ഉപ്പുമാവൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം അങ്ങനെ എല്ലാവരും ഒന്നും കേൾക്കില്ലത്. പിന്നെ അതേ സോയാബിയൊക്കെ വറുത്തെടുക്കുകയാണ് പെട്ടെന്ന് തന്നെ. ഇനിയിപ്പോൾ ഇതേ എല്ലാ സാധനങ്ങളും അതായത് പാക്കറ്റല്ല പാത്രത്തിലാക്കി അന്ന് കിറ്റിലേക്ക് വെക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ ആക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു പോണ ടൈമിൽ എനിക്ക് ആകെ കൂടെ ഒരു വെപ്രാളാണ്. പിന്നെ ഞാൻ ഇന്നലെ തിരുമ്പി വെച്ച കുറച്ച് തുണികളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇന്നത്തെ തുണിയിൽ സോപ്പ് പൊടിയിലിട്ട് വെച്ചു. പിന്നെ അപ്പോഴേക്കും ചോറൊക്കെ വെന്തു, അതൊക്കെ കൊട്ടാൻ വന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ അലക്കൽ ഫുള്ളായിട്ട് കഴിക്കൂട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ടും പോവും ഇങ്ങോട്ടും വരും, അങ്ങോട്ടും പോവും ഇങ്ങോട്ടും വരും. അങ്ങനെയാണ് ജീവിതം. പിന്നെ ഐസുവിന് ഇന്നിപ്പോൾ മാവൊന്നും ഇഷ്ടാവില്ല. അപ്പം ഞാൻ കോറ വിരകി കൊടുത്തു. അതും ഓന് പകുതിയേ കഴിച്ചുള്ളൂ കേട്ടോ. എനിക്ക് എന്താ 2-3 ദിവസമായിട്ട് ഫുഡിനോടൊരു താല്പര്യക്കുറവ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ തിന്നു കേട്ടോ, തീരെ തിന്നാതിരിക്കൊന്നുമില്ല. അങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കുളിച്ചിറങ്ങി കേട്ടോ. പിന്നെ എല്ലാവരുടെയും ബാഗൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ ഓരോരുത്തർ കുളിക്കണമൊക്കെ ഉണ്ട്, മാറ്റിനൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും സെറ്റായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഹസ്ബൻഡ് അല്ലേ കുപ്പായിട്ട് കൊടുക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ വാതിലൊക്കെ പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഞാൻ ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തത്. ഡ്രസ്സ് മാറ്റാനൊന്നും ഒതുങ്ങിയിരിക്കുകയില്ല കേട്ടോ. ഒരു പൊരിഞ്ഞുകൊണ്ടൊരു കുട്ടിയാണ്. പിന്നെ എല്ലാവരും ഇതേ ഇറങ്ങാൻ നേരത്തെ ചെരുപ്പ് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചൊക്കത്തിന് വണ്ടി കയറ്റി വിട്ടിട്ടുണ്ട്. ഹർഷക്ക് അവർ രണ്ടുപേരും സ്കൂളിൽ വിട്ടിട്ട് റിട്ടേൺ എടുക്കാൻ വരും കേട്ടോ. അപ്പോൾ വരുന്ന ആ ഒരു ടൈം ഞാൻ കുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നടന്ന് ഞാൻ പകുതി എത്തുമ്പോഴേക്കും ഹർഷക്ക് വരും. അങ്ങനെ വണ്ടി കയറി പോകും. അതാണ് എന്നത്തെയും ഷെഡ്യൂൾ. വീട്ടിൽ കൊണ്ടിട്ട് കുട്ടീനാക്കിയിട്ട് ഞാൻ നേരെ ക്ലാസ്സിന് കയറി കേട്ടോ. ഇന്ന് മൊത്തത്തിൽ കുറച്ച് നേരം വീട്ടുണ്ട്, എന്നാലും അൽഹംദുലില്ലാ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തൊരു ദിവസമായിട്ട് വരാം. അപ്പോൾ അതിലെല്ലാവർക്കും ടാറ്റാ.